തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ അതിക്രൂര മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. സുജിത് VS-നെ ശശിധരൻ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ ഇല്ല എന്ന പേരിലായിരുന്നു നടപടി ഒഴിവാക്കിയത്. അതേസമയം തിരുവോണനാളിലും സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചുവെന്നായിരുന്നു സുജിത് VS-ന്റെ ആരോപണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവച്ച് ദേഹോപദ്രവമേൽപ്പിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. സുജിത്തിനെ ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ GD ചാർജിൽ സ്റ്റേഷനിൽ ജോലി നോക്കേണ്ടിയിരുന്ന ശശിധരൻ പുറത്തുനിന്ന് നടന്നു കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ ശശിധരനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നാണ് സുജിത്തിന്റെ ആരോപണം. ഒരു 20 മിനിറ്റ് മുന്നെയാണ് ശശിധരൻ ബാക്ക് ഡോർ നുമാൻ സാർ തുറന്നു കൊടുത്തിട്ട് എന്നെ അടിക്കണത്. ആദ്യത്തെ അടി കഴുത്തിനെ തലക്കടിക്കണത്. അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു പറയണ്ടായി, കയറുവായോ അത് തരണ്ടേ എന്നുള്ളൊരു ഭീഷണിപ്പെടുന്ന ഒരു ടോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുണ്ടായിട്ടും അത് മുഖവിലക്കെടുക്കാതെയുള്ള അച്ചടക്ക നടപടിയാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ. ശശിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ആദ്യത്തെ ഒരു സ്ഥലമാറ്റം ഒഴിച്ച് വേറൊരു നടപടിയും ശശിധരൻ എടുത്തില്ല. സുഹൈർ എന്ന് പറയുന്ന വേറൊരു ഡ്രൈവറുണ്ട്, അവനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല, അല്ല കോടതിയിൽ കേസെടുത്തിട്ടില്ല. അതുപോലെ വകുപ്പ് തല നടപടിയില്ല. അതിൽ പറഞ്ഞ അവൻ വകുപ്പ് തല മാറിപ്പോയി എന്നുള്ളതാണ്. അതേസമയം കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട തൃശൂർ DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മർദ്ദിച്ച പോലീസുകാരെ പ്രതീകാത്മകമായി ചാട്ടവാറിനടിച്ചും മറ്റുമായിരുന്നു പ്രതിഷേധം. തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.